അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസമായാൽ മിഷ്കാത്തിൽ കാണാം, ജാമി സഗീറിൽ കാണാം, മറ്റ് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം, ഇദാ ദഖല റജബ്, റജബ് മാസം കടന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആണ് റജബ് കടന്നാൽ. റജബ് അങ്ങ് കഴിഞ്ഞ് ശഅബാൻ ആയാലും നബി തങ്ങളുടെ ദുആ ഹദീസിൽ കാണാം, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം കടന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. ചില ആളുകൾ ശഅബാൻ മാസം കടന്നാൽ പിന്നെ ദുആ ഒന്ന് കുറക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്ന് പറയും, റജബ് അങ്ങ് ഒഴിവാക്കും. അത് ഹദീസിനെതിരാണ്. അല്ലാമ ആലൂസി ദാദാ തന്റെ വാലിയത്തുൽ മബാഇൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഇദാ ദഖല റജബ്, റജബ് മാസം കടന്നാൽ നബി തങ്ങൾ ദുആ. ഹദീസിൽ കാണാം, വാലിയത്തുൽ മബാഇൽ ആലൂസി ദാദ ഉദ്ധരിക്കുന്നത് കാണാം, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം കടന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യും. ശഅബാൻ കടന്നാൽ റജബ് കഴിഞ്ഞു, എന്നിട്ട് ശഅബാൻ കടന്നാൽ മുത്തുനബി ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. അപ്പൊ ശഅബാൻ കടന്നാലും റജബിന്റെ ദുആ ഒഴിവാക്കരുത്. പല മുലിയമാരും ഒഴിവാക്കും. എന്താണ് അതിന്റെ രഹസ്യം? എനിക്ക് തോന്നുന്നു റജബ് കഴിഞ്ഞില്ലേ, കഴിഞ്ഞതിൽ എങ്ങനെ റഹ്മത്ത് ചെയ്യാ, ബർക്കത്ത് ചെയ്യാ. കാരണം വാക്കിന്റെ അർത്ഥം എന്താ? റജബിൽ ബർക്കത്ത് ചെയ്യണേ, റജബ് കഴിഞ്ഞില്ലേ, കഴിഞ്ഞതിൽ എങ്ങനെ ബർക്കത്ത് ചെയ്യാ? അപ്പൊ അതിൽ അർത്ഥമില്ല. അപ്പൊ ഇനി റജബ് പറയണ്ട, ഇനി ശഅബാനാണല്ലോ വരാൻ പോകുന്നത്, അതിന് ദ്വാരനാ മതി. ഇതാണ് ചിന്തയെങ്കിൽ അത് ഏറ്റവും വലിയ മൗഢ്യമാണ്. കാരണം എന്തുകൊണ്ട്? റജബ് ഇപ്പൊ ഒരു 1 കഴിഞ്ഞ് അല്ലെങ്കിൽ 2 കഴിഞ്ഞ് നിങ്ങൾ പൗതിയായി നിൽക്കും. എന്നാ റജബിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് പറയുമ്പോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അതിലിഞ്ഞ് ബർക്കത്ത് ചെയ്യാൻ കഴിയോ? വരാൻ പോണ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്നാണോ ഉദ്ദേശം? പാടെ തെറ്റാണ്. ഇസ്ലാം പഠിപ്പിച്ച ആശയം കഴിഞ്ഞതിലും ബർക്കത്ത് ചെയ്യാം. ബർക്കത്ത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് പറ്റിപ്പോകുന്ന അബദ്ധമാണ്. ഒരു പക്ഷേ അങ്ങനെ ആവാം, അല്ലെങ്കിൽ അശ്രദ്ധയിൽ സംഭവിക്കുകയാകാം. സ്വന്തം അഭിപ്രായങ്ങൾ ചെയ്യുക, അതാണ് വാസ്തവത്തിൽ അതിലൊക്കെ നടക്കുന്നത്. അല്ലാഹു ബാരിക് ലനാ ഫീ ശഅബാൻ, റജബ് ഒഴിവാക്കുക. മുത്തുനബിന്റെ ദുആയിൽ ശഅബാനിൽ കടന്നാലും അങ്ങനെയാണെന്ന് ആലൂസി ദാദ റിവായത്ത് ചെയ്യുന്നു. മുത്തുനബി നിങ്ങളെ റജബ് കടന്നാലും ഈ രണ്ടും കൂട്ടിയാണ് ദ്വാരക്കലിന്ന് ഹദീസിലുണ്ടാകുമ്പോ പിന്നെ അതിൽ നിന്ന് നാം റജബ് ഒഴിവാക്കുന്നത് അദബ് കേടാണ്, കുറ്റാണെന്നെല്ലാം പറഞ്ഞില്ല. ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിലേക്ക് നാം ഒന്ന് ചേർക്കും ചെയ്യരുത്, ഒന്ന് അതിൽ നിന്ന് ഒഴിവാക്കും ചെയ്യരുത്. വളരെ സൂക്ഷിക്കണം. നിർബന്ധമുണ്ടെങ്കിലേ ചെയ്യാം. അത് ചേർക്കുന്നത് സൂക്ഷിക്കണം. ഒരു വാക്കിപ്പോ അറബി നിയമപ്രകാരം ഒരു വാക്ക് പറഞ്ഞതിന്റെ ശേഷം സർവനാമം എന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട്, അതിന് ലമീർ എന്ന് പറയും. ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയാണെങ്കിലാണ് ലമീർ ആക്കുക എന്നാണ് അറബിയുടെ തത്വം. അപ്പോ ഒരു വാക്കിന്റെ ബാക്കിയായിരിക്കും ലമീർ കൊണ്ടുള്ള പ്രയോഗം. അപ്പോ ബാരിക് ലനാ ഫീ റജബ ശഅബാൻ എന്ന ശേഷം വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ എന്നൊക്കെ കൂട്ടിക്കൊടുക്കും. ഫീഹി എന്ന സർവനാമം കൊണ്ടാണ് ചേർക്കാറുള്ളത്. അത് പാടെ തെറ്റാണ്. കാരണം അത് ബാക്കിയാണെന്ന് തോന്നിപ്പിക്കും. അതുകൊണ്ട് വഫിഖ്നാ ഫീഹി എന്ന് ഒരിക്കലും പറയരുത്. റസൂലുള്ളാഹിന്റെ വാക്കിൽ അങ്ങനെയില്ല. ഒരു വാക്കിന്റെ ബാക്കിക്ക് മാത്രമാണ് സർവനാമം ചേർക്കുക എന്നാണ് അറബി തത്വം പഠിച്ച ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ ദ്വാരക്കണമെങ്കിൽ വഫിഖ്നാ ഫീഹി ഒഴിവാക്കിയിട്ട് വഫിഖ്നാ ഫീ റമളാൻ എന്ന് ചേർത്തുകൊണ്ട് ദുആ ചെയ്തോ എന്നല്ലാതെ മുത്തുനബിന്റെ വാക്കിന്റെ ബാക്കി എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നത് അതിലേറെ അദബ് കേടാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, അറിയണം. ഞാൻ ചെറിയ മുതഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. വഫിഖ്നാ ഫീഹി എന്നുള്ള പ്രയോഗം മുത്തുനബിന്റെ വാക്കിലില്ല. നാം അത് ചേർക്കുമ്പോ ലമീർ കൊണ്ട് എന്ന് പറയും വലിയമാരെ ഭാഷയിൽ. ലമീർ കൊണ്ടൊരു കലാമ് പറഞ്ഞാൽ മുമ്പുള്ളതിന്റെ ബാക്കിയാണെന്ന് ഇമാമിങ്ങളൊക്കെ അറബി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുറമെ തഫ്സീറുകളിലൊക്കെ ഇഷ്ടം പോലെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ബൈലാവി ഇമാമൊക്കെ പറഞ്ഞത് കാണാം. അപ്പൊ സൂക്ഷിക്കണം. വഫിഖ്നാ ഫീഹി ഒഴിവാക്കിയിട്ട് വഫിഖ്നാ ഫീ റമളാൻ. അല്ലെങ്കിൽ അത് ദ്വാരക്കണ്ട. ഇതിനപ്പം അങ്ങനെ കൂടി പറഞ്ഞു മുത്തുനബി ഇത്രയല്ലേ വേർന്നിട്ടുള്ളൂ. അല്ലാഹു ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലഗനാ റമളാൻ. പിന്നെ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ എന്നാണോ, ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്നാണോ, അത് വേറൊരു ചർച്ചയാണ്. റജബ് എന്ന പദത്തെ സംബന്ധിച്ച് അറബിയിൽ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് വലിയ ചർച്ചയാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു എങ്ങനെയായാലും റജബ് എന്ന പദം
അത് തെൻവീൻ കൊടുത്ത് പറയേണ്ടതാണ്. അല്ലാമ ഫയ്യൂമി തന്റെ മിസ്ബാഹുൽ മുനീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ മുഹമ്മദുൽ ഖുദരി ആശിയത്തുൽ മഹല്ലിയിലും ഒരു പരിമിതി വരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. റജബിൻ എങ്ങനായാലും റജബ് എങ്ങനെയായാലും തന്നെ ഈ റജബ് എന്ന് ഉദ്ദേശിച്ചാലും എല്ലാ റജബ് എന്ന് ഉദ്ദേശിച്ചാലും റജബിൻ എന്ന് പറയണമെന്ന് പറയുന്ന ന്യൂനപക്ഷ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നമ്മുടെ ഉസ്താദുമാരും കഴിഞ്ഞുപോയ മഹാന്മാരിൽ നല്ലൊരു വിഭാഗം ആളുകളും പറയുന്നത് ഈ റജബ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പോൾ തൻവീൻ കൊടുക്കാതെ പറയണം, മൊത്തം റജബ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തൻവീൻ കൊടുത്തും പറയണമെന്നാണ്. ഇത് മഹാനായ ഇമാം ബാജൂരി തങ്ങൾ പറയുന്നത് കാണാം, ഇമാം അസ്ഹരി തങ്ങൾ പറയുന്നത് കാണാം. ഈ രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദ് അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത്. അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇരുമ്പാലശ്ശേരി കുഞ്ഞമൂലർ പാപ്പിയും അങ്ങനെയാണ് എഴുതി വെച്ചത്. അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട പാനായിക്കുള്ള അബ്ദുറഹ്മാൻ പാപ്പയും ആ വഴിയാണ് സ്വീകരിച്ചത്. അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട കുട്ടിയമൂലർ പാപ്പയും അതാണ് സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട നന്നമ്പറ സീതാലി പാപ്പയും തന്നെ ഫത്തുൽ മുഈനിൽ അത് എഴുതി വെച്ചിരിക്കുന്നു. ഈ ഉസ്താദുമാരുടെ റൂട്ടൊക്കെ റജബ വ ശഅബാൻ എന്നാണ്. നിങ്ങൾ നോക്ക്, റജബിലേക്ക് കടക്കുമ്പോൾ ഈ റജബിൽ ബർക്കത്ത് ചെയ്യണേ എന്നല്ലാതെ മൊത്തം റജബിൽ ബർക്കത്ത് ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയാൻ ഒരു അർത്ഥവുമില്ല. മാത്രമല്ല ബല്ലിഗ്നാ റമളാൻ, റമളാൻ എത്തിക്കണേ, വരാൻ പോണ എല്ലാ റമളാൻ എത്തിക്കണേ എന്നാണോ? ഒരിക്കലുമല്ല. ഈ റമളാൻ എത്തിക്കണേ, ഈ ശഅബാനിൽ ബർക്കത്ത് ചെയ്യണേ, ഈ റജബിൽ ബർക്കത്ത് ചെയ്യണേ. അപ്പൊ നാം ചെയ്യേണ്ടത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ എന്നാണ് ഉസ്താദുമാരുടെ റൂട്ട്. ഇനി നമ്മുടെ ഉസ്താദുമാരിൽ റജബിൻ എന്ന് ചൊല്ലുന്നവരുണ്ട്, തെറ്റൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ഉസ്താദുമാരുടെ റൂട്ട് ഫത്തുൽ മുഈൻ എഴുതി വെച്ചത് റജബ എന്നാകുന്നു. ബഹുമാനപ്പെട്ട ഇമാം അസീസി തങ്ങൾ അവിടുത്തെ സിറാജുൽ മുനീറിൽ പറഞ്ഞു ബിൽ ഇൻസിറാഫ് റജബിൻ എന്നാണ് പറയേണ്ടത്. അത് അവരുടെ അഭിപ്രായമാണ്. എന്നാൽ ഒരു സ്ഥലത്ത് മിർഖാത്തിൽ മഹാനായ മുല്ല അൽ ഖാരി മിഷ്കാത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു ബിസ്സർഫി വഅദമിഹി, റജബിൻ എന്നും പറയാം, റജബുൻ എന്നും പറയാം, അല്ല തൻവീൻ ചെയ്തും പറയാം എന്ന്. എങ്ങനെ ആയാലും എങ്ങനെയോ തോന്നോ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ട് എഴുതി വെച്ചത് കണ്ടത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ എന്നാണ്. അപ്പൊ ആ ദുആ നമ്മൾ പഠിക്കണം, ഓതണം. അത് റമളാന് ലാസ്റ്റ് വരെ, അല്ല റജബ് ലാസ്റ്റ് വരെയുള്ള ദുആയിൽ അങ്ങനെ തന്നെ, ശഅബാൻ 1 മുതൽ 30 വരെ ആ ദുആർക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഈ ചർച്ച പൊതുവെ പൊതുജനങ്ങൾക്ക് ഒരു ഫലം ഉണ്ടാവില്ല. പക്ഷേ ഈ രീതിയിൽ പോകണ്ട, അതുകൊണ്ട് വലിയ ഉപകാരപ്പെടുന്ന എനിക്ക് പറഞ്ഞാൽ പുറത്തു പോകണ്ടേ. ആരെങ്കിലും ഒന്ന് കേട്ട് അതിനൊന്ന് ഖണ്ഡിച്ച് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൽമ നമുക്ക് കിട്ടിയാൽ അതായല്ലോ ഒന്ന്, അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ ഒന്ന് അംഗീകരിച്ച് കിട്ടിയാൽ അതായല്ലോ. ഇതാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ദുആ മുത്തുനബിയുടെ ദുആ ആണ്, നമ്മൾ പഠിക്കണം. റജബ് അത് വളരെ മഹത്തായ മാസമാണ്, വളരെ പ്രധാനപ്പെട്ട മാസമാണ്.